വി.ഡി. സതീശന്റെ പുതുയുഗയാത്ര തടയുമെന്നാണ് എസ്.എഫ്.ഐ നേതാവ് പി.എം. ആർഷോ വെല്ലുവിളിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിനെ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് ആർഷോ ഇപ്പോൾ പ്രകോപന പ്രസംഗം നടത്തിയിരിക്കുന്നത്. നിലവിൽ വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര മധ്യകേരളത്തിൽ പര്യടനം നടത്തുകയാണ്. ഇതിന് പിന്നാലെയാണ് ആർഷോയുടെ പ്രസംഗമെത്തിയത്. വി.ഡി. സതീശന്റെ യാത്ര ഇനി തുടരണമോ വേണ്ടയോ എന്ന് ഇടതുപക്ഷ യുവജന സംഘടനകൾ തീരുമാനിക്കുമെന്നായിരുന്നു ആർഷോ പറയുന്നത്. മന്ത്രിക്കെതിരെ KSU നടത്തിയത് ഭീകരമായ ആക്രമണമാണ് എന്നൊക്കെ ആർഷോ തട്ടിവിടുന്നുണ്ട്. അതേസമയം ആർഷോയ്ക്ക് തിരിച്ചു പണി കൊടുക്കുന്നുണ്ട് KSU വിദ്യാർത്ഥികൾ. വീണ ജോർജിനെതിരെ KSU സമരം നടത്തുന്ന ദൃശ്യങ്ങളുണ്ട്. എന്നാൽ അതിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ KSU പുറത്തുവിടുമ്പോൾ അതിൽ ഒരിടത്തും മന്ത്രിക്കടുത്തേക്ക് പോലും വിദ്യാർത്ഥികൾ പോകുന്നത് കാണാൻ സാധിക്കില്ല. എന്നിട്ടും ആർഷോ അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി പ്രവർത്തകർ വി.ഡി. സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വെല്ലുവിളി പ്രസംഗം നടത്തുന്നത് ന്യായീകരിക്കാൻ സാധിക്കില്ല. ഈ ദൃശ്യങ്ങളിൽ KSUവിന്റെ അടി മന്ത്രിക്ക് കൊള്ളുന്നത് കാണുകയാണെങ്കിൽ നിങ്ങൾ പുതുയുഗയാത്ര തടഞ്ഞോ എന്നും അല്ലാത്ത പക്ഷം വി.ഡി. സതീശന് വട്ടം നിൽക്കാൻ ഉദ്ദേശമെങ്കിൽ തിരിച്ചടിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെ രംഗത്ത് വന്നത് കണ്ണൂരിലെ DYFI നേതാക്കളാണ്. മന്ത്രി വീണയ്ക്കെതിരെ സമരം നടത്തിയ KSU പ്രവർത്തകർ എല്ലാ കാലവും ജയിലിലും പോലീസ് സ്റ്റേഷനിലും കിടക്കില്ലെന്നും പുറത്തിറങ്ങുന്ന പക്ഷം DYFI അവരെ പ്രതിരോധിക്കുമെന്നാണ് ഇടതു നേതാക്കളുടെ കൊലവിളി പ്രസംഗം. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും കഴിഞ്ഞ മണിക്കൂറുകളിൽ ചേർന്ന ഇടതുപക്ഷത്തിന്റെ യോഗങ്ങളിൽ ഈ കൊലവിളി പ്രസംഗം കാണാൻ സാധിക്കും. ഒരു തെളിവ് മരുന്നിനു പോലും KSU നേതാക്കളെ കൊടുക്കാൻ CPMന്റെ പക്കലില്ല. മുട്ടിന് CCTVകൾ ഈ റെയിൽവേ സ്റ്റേഷന്റെ പല ഭാഗങ്ങളിലും സ്ഥാപിച്ചിട്ടുമുണ്ട്. എന്നിട്ട് പോലും CPM നേതാക്കൾക്കോ കുട്ടി സഖാക്കന്മാർക്കോ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ടും കൊലവിളിക്ക് ഒരു കുറവും ഇല്ല എന്നതാണ് വാസ്തവം. ഇനിയും ചൊറിയാൻ നിൽക്കുകയാണെങ്കിൽ ആർഷോയ്ക്കും കണക്കിന് കൊടുക്കുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പറയുന്നുണ്ട്. പാലക്കാട് നേരത്തെ നടന്ന ചാനൽ ലൈവ് ഷോയ്ക്കിടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനിൽ നിന്ന് അടി കിട്ടിയതിന്റെ ക്ഷീണം ഇന്നും ആർഷോയ്ക്കുണ്ടെന്നാണ് കോൺഗ്രസ് സൈബർ ഇടങ്ങൾ പറയുന്നത്. അന്ന് ഈ കൊലവിളിയൊന്നും ആർഷോയിൽ നിന്നുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ കണ്ണൂരിൽ നേരത്തെ DYFI നേതാക്കന്മാരിൽ നിന്ന് ആക്രമണം നേരിടേണ്ടി വന്ന ഉമ്മൻചാണ്ടിയെ കേരളം അന്ന് കണ്ടതാണ്. നെറ്റിമുറിഞ്ഞു ചോര വാർന്ന മുഖവുമായി നിൽക്കുന്ന ഉമ്മൻചാണ്ടി അന്ന് കാണിച്ച ക്ഷമാശീലം ആർഷോ അടക്കമുള്ള DYFI നേതാക്കന്മാർ ഓർക്കണമെന്ന മുന്നറിയിപ്പും യൂത്ത് കോൺഗ്രസ് നൽകുന്നുണ്ട്. ആർഷോയുടെ പ്രകോപനപരമായ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. കേരളത്തിലെ DYFI ഇനി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അനങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ കോട്ടയം ജില്ലയ്ക്കപ്പുറത്തേക്ക് കാലെടുത്തു കുത്താൻ വി.ഡി. സതീശന്റെ പുതുയുഗയാത്രയ്ക്കും സാധ്യമാകില്ല. ഈ തെമ്മാടിത്തരം ഈ ഘട്ടത്തിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് തയ്യാറാകണം. സതീശൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നെറികെട്ട നേതൃത്വം അവർ നൽകിയിട്ടുള്ള ആഹ്വാനത്തിന്റെ തുടർച്ചയിലാണ് ഈ അക്രമ പരമ്പരകൾക്ക് ഈ തെമ്മാടിക്കൂട്ടം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാണ് ലക്ഷ്യം. ഒന്ന്, കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം പൂർണ്ണാർത്ഥത്തിൽ തകർക്കുക എന്നുള്ളത്. രണ്ട്, നമുക്കറിയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നമ്മുടെ നാട് നിൽക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് പണമൊടുക്കിയിട്ടും കനകോലി ഉൾപ്പെടെയുള്ള PR സംവിധാനങ്ങളുടെ നേതൃത്വത്തെ പ്രയോജനപ്പെടുത്തിയിട്ടും കേരളത്തിലെ UDFനെ നാട് തിരിച്ചറിയുന്നുണ്ട് എന്ന ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഇതുവരത്തെ അധ്യായമാണ് കേരളത്തിന്റെ ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ ഇന്ന് നടന്നിട്ടുള്ളത്. കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള സമരങ്ങൾക്ക്, വിവിധങ്ങളായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ജനാധിപത്യപരമായി ഈ നാടിനകത്ത് സമരം ചെയ്യുന്നതിനും പ്രതിഷേധമുയർത്തുന്നതിനുമുള്ള ഒരു മനുഷ്യന്റെയും അവകാശത്തിനെതിരായി നമ്മളാരും ഈ നാടൊരു ഘട്ടത്തിലും നിലയുറപ്പിച്ചിട്ടില്ല. എന്നാൽ മുൻപ് കേരളം കണ്ടിട്ടില്ലാത്ത, നമ്മുടെ രാജ്യം കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് കേരളത്തിലെ ഒരു വനിതാ മന്ത്രിക്ക് നേരെ പൊതുമധ്യത്തിൽ ഏറ്റവും ക്രൂരമായ ഉദ്ദേശത്തോടുകൂടി അവർക്കെതിരായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുന്നതിന് വേണ്ടി കേരളത്തിൽ ഗാന്ധി ശിഷ്യന്മാർ എന്ന് അവകാശപ്പെടുന്ന സമാധാനത്തിന്റെ വെള്ളരിപ്രാക്കൾ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന KSUവിന്റെ ഒരുപറ്റം ഗുണ്ടകൾ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളതിന്റെ അനുഭവത്തിനാണ് ഇന്ന് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് യൂത്ത് കോൺഗ്രസിന്റെ ചില ക്രിമിനൽ സംഘം ചേർന്നുകൊണ്ട് ഇതേ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കകത്തേക്ക് കടന്നു കയറുകയും അതിക്രമിച്ചു കയറിയ ഔദ്യോഗിക വസതിയുടെ വാതിലിൽ റീത്ത് വെക്കുന്ന നിലയിലേക്ക് തെമ്മാടിത്തരത്തിന് അവർ നേതൃത്വം കൊടുക്കുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇത് തുടർച്ചയായി കേരളത്തിൽ വി.ഡി. സതീശൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നെറികെട്ട നേതൃത്വം അവർ നൽകിയിട്ടുള്ള ആഹ്വാനത്തിന്റെ തുടർച്ചയിലാണ് ഈ അക്രമ പരമ്പരകൾക്ക് ഈ തെമ്മാടിക്കൂട്ടം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാണ് ലക്ഷ്യം. ഒന്ന്, കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം പൂർണ്ണാർത്ഥത്തിൽ തകർക്കുക എന്നുള്ളത്.